ഹലോ. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പെപ്ലം ടോപ്പ് എങ്ങനെ ചെയ്യാന്ന് നോക്കാട്ടോ. നമുക്ക് ജീൻസിന്റെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പാണ്. അത് അത്രയും സിമ്പിൾ ആയ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി ഞാൻ ചെയ്യണത് ഈ ഒരു ഫാബ്രിക്കിലാണ്, അതായത് റയോൺ ഫാബ്രിക്കിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ യോക്ക് പോർഷനിൽ മാത്രമേ ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം, ആ ഒരു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് ലൈനിങ് കൊടുക്കണില്ല, മുകളിൽ മാത്രമേ ലൈനിങ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെറ്റീരിയൽ നാലാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ മുകളിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ യോക്ക് ലെങ്ത് എത്രയാണോ വരുന്നത് വെച്ചെങ്കിൽ അത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് ആയിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യും. ലാസ്റ്റ് നമുക്കത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതായത് നമ്മൾ യോക്കിൽ സ്കേർട്ട് പോർഷൻ ഇതാക്കുന്ന സമയത്ത് നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ ഇവിടെ എനിക്ക് വരുന്ന യോക്ക് ലെങ്ത് 12.5 13 കേട്ടോ എനിക്ക് വരുന്ന യോക്ക് ലെങ്ത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചും കൂടി കൊടുത്തിട്ട് 14 ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് താഴെ കൊടുക്കാം. അപ്പൊ നമ്മളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ മാർക്ക് ചെയ്യട്ടെ. എനിക്ക് ഇവിടെ ഷോൾഡർ വരുന്നത് 7.5 അപ്പൊ 7.5 കൂടെ തയ്യൽ തുമ്പ് കൂടിയും കൂട്ടിയിട്ട് ഞാനിവിടെ 8 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 8 ഇഞ്ച് ഷോൾഡർ മാർക്ക്. പിന്നെ നെക്ക് ഞാൻ ഫ്രണ്ട് വിയ കൊടുക്കുന്നത്, ബാക്ക് നെക്ക് കൊടുക്കുന്നത് റൗണ്ട് ആണ്. ബാക്ക് നെക്ക് മാത്രമേ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു 8 ഇഞ്ച് തന്നെ നമ്മൾ താഴേക്കും കൊടുക്കുക കേട്ടോ. അപ്പൊ അവിടെ കൊടുത്തിട്ടുള്ള 8 ഇഞ്ച് നമ്മൾ താഴേക്കും കൊടുത്തിട്ട് ഇതേപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആം റൗണ്ട് വരയ്ക്കുക. ഞാനിവിടെ വരച്ചത് ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്, ഞാനതൊന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിനി നമ്മുടെ ആം റൗണ്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു കെർവിന്റെ സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇതുപോലെ വെക്കുക, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അളവ് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ വെക്കണം കേട്ടോ എപ്പോഴും. അല്ലാതെ നമ്മൾ ഇങ്ങനെയും വെക്കരുത് ഇങ്ങനെയും വെക്കരുത് കേട്ടോ. ഇങ്ങനെ വെച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ രീതിക്ക് വെക്കണം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ചെസ്റ്റ് എത്ര വരുന്നെങ്കിൽ അത് മാർക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ ചെസ്റ്റ് വരുന്നത് 34ആണ്. അപ്പൊ 34നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ നമ്മൾ 34നെ ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ശേഷം ആ കിട്ടുന്ന ഒരു ആൻസറിന് 17 എനിക്ക് കിട്ടിയ 17ൽ കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് 19 കിട്ടി. ആ 19ന് വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ആ 19ന് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9.5. അപ്പൊ ആ 9.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ 9.5 ഇത് നമുക്ക് കറക്റ്റ് ഫിറ്റിങ്സ് ഉണ്ടാവുക ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിന്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. ഇനിയിപ്പോ വേസ്റ്റിന്റെ ഭാഗം വരികയാണെന്ന് വെച്ചാൽ നമ്മൾ അത് 4 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ വേസ്റ്റ് വരുന്നത് എനിക്ക് 28ആണ്. അപ്പൊ 28 ഡിവൈഡ് ബൈ 4 അപ്പൊ 7. അപ്പൊ ഒരു 7 അങ്ങോട്ട് നമുക്ക് വേസ്റ്റ് വരുന്നപ്പോ വേസ്റ്റ് ലെങ്ത്തിന്റെ അവിടെ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 വേസ്റ്റ് ലെങ്ത് വരുന്നത്. അപ്പൊ അതിന്റെ അവിടെ നമുക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കുറച്ച് ആൾക്ക് ടൈറ്റ് ഉണ്ട് പറഞ്ഞാൽ കുറച്ച് ലൂസ് വേണം പറഞ്ഞതുകൊണ്ട് ഞാനൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ അതിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് യോജിപ്പിച്ച് കൊടുക്കുക ചെയ്യും ഈ രീതിക്ക് കേട്ടോ. അതിന് ശേഷം നമ്മൾ അടിഭാഗത്ത് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെ ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ യോക്ക് പോർഷനിൽ ലൈനിങ്ങിൽ ഇതുപോലെ ഇത്ര കട്ടിങ്ങേ വരുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടിഭാഗത്ത് നമുക്ക് എത്രയാണ് പ്ലീറ്റ്സ് ഉണ്ട് അതിനനുസരിച്ച് നല്ലോണം പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അതായത് ഈ മറ്റേ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് ആ വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് പ്ലീറ്റ്സ് ഇടാം. ഞാൻ ഇപ്പൊ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ 3 ഇരട്ടി ഒന്നും എടുക്കണില്ല, കുറച്ചാണ് കൂട്ടിയെടുക്കണുള്ളൂ.
അത് സെന്റർ ഭാഗത്ത് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ, കംപ്ലീറ്റ്ലി കൊടുക്കണില്ല കേട്ടോ. നമുക്ക് സെന്റർ ഭാഗം അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ഞൊച്ചിട്ടുള്ളൂ കേട്ടോ ഇവിടെ. അതിനുശേഷം ഇതിന്ന് ഒരു ക്ലോത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് അതായത് നമ്മുടെ നെക്ക്, അതായത് ബാക്ക് സൈഡത്തെ നെക്ക് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നെക്കിന്റെ അകലം 3 ഇഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു 3 ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ ശരിക്ക് ഒരു 3.3 3.3 പിന്നെ ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇവിടെ കറക്റ്റ് ഞാൻ 3 മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതിലിപ്പോ നമ്മള് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ 3.1 കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ ഞാൻ ബാക്കിലത്തെ നെക്കിന്റെ ലെങ്ത് 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ റൗണ്ട് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വന്നെ ഈ ഇത്രയും പോർഷൻ ഇവിടെ നിർത്തിയിട്ട്, അതായത് ഇത്രയും ഒരു ഭാഗം ഇവിടെ നിർത്തിയിട്ടാട്ടോ ഞാൻ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്കിന്റെ അകലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ക്യാൻവാസിലാണെങ്കിലും അതുപോലെ ക്ലോത്തിലാണെങ്കിലും ഞാൻ ഈ രീതിക്ക് കേട്ടോ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാറ്, കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാറ്. പിന്നെ ലാസ്റ്റ് ആണ് ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്കിന്റെ അകലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ പോകും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ രീതിക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കണ്ടില്ലേ, ഞാൻ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല, ഇതിപ്പോ എവിടേക്കും എങ്ങോട്ടും നമുക്ക് കറക്റ്റ് അളവിനെ ഇപ്പൊ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിന്റെ സ്ലീവിന് ഒന്നിനും ലൈനിങ് വെക്കണം. ഇപ്പൊ ഞാൻ യോക്ക് പോർഷനിൽ മാത്രമായിട്ട് ലൈനിങ് വെക്കുള്ളൂ, വേറെ എവിടെ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇനി മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ സ്ലീവ് ഫുൾ സ്ലീവ് വേണം പറഞ്ഞത്, സ്ലീവില് ജോയിന്റും വരാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ സ്ലീവ് ജോയിന്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഫസ്റ്റ് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കട്ടെ കേട്ടോ. ഞാൻ സ്ലീവ് കട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്യും. പിന്നെ അതിന്റെ ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ലാസ്റ്റ് എത്ര കിട്ടും ചിക്കും, എനിക്ക് ഇവിടെ 10 കിട്ടുന്നത്. അപ്പൊ ആ ലാസ്റ്റ് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ സ്ലീവിന് എടുക്കാറ്. അപ്പൊ ആ 10 ഇഞ്ച് നമുക്ക് ഇവിടെ ഏകദേശം ഇങ്ങനെ നോക്കി വെക്കും എവിടെ നമുക്ക് കിട്ടണം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ക്ലോത്ത് മടക്കിയിട്ടാണ് കേട്ടോ ഞാൻ സ്ലീവ് ഒക്കെ കട്ട് ചെയ്യാറ്. പിന്നെ നമുക്ക് സ്ലീവിനും ഇതേപോലെ തന്നെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ. ഇനി നമുക്ക് ഈ ഫോൾഡുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇവിടേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ബാലൻസ് പീസ് ഇവിടുന്ന് ഒരു പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മുകളിലൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക, ഇതുപോലെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം സ്ലീവിന്റെ ലെങ്ത് എത്രയാണെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫുൾ സ്ലീവ് ലെങ്ത് എനിക്ക് വരുന്നത് ഇവിടെ 24.5 കേട്ടോ. അപ്പൊ 24.5 മാർക്ക് ചെയ്യുക. 24.5 വരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാനിവിടെ 26 മാർക്ക് ചെയ്യും കേട്ടോ താഴെ. സ്ലീവ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു കർവ് പോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു അളവ് അവിടെ കിട്ടുന്നുണ്ടോന്നും കൂടി നോക്കണം കേട്ടോ. നമുക്ക് നേരത്തെ ഒരു 10 10.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ. അപ്പൊ ഇവിടെയാണ് എനിക്ക് വരുന്നത്. ഞാൻ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്.
സ്ലീവ് റൗണ്ട് വരുന്നത് ഫുൾ സ്ലീവിന്റെ റൗണ്ട് വരുന്നത് എനിക്ക് 7 കേട്ടോ. അപ്പൊ 7ന്റെ പകുതി നമുക്കൊരു 3.5 ഇവിടെ മാർക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയും കൂട്ടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ താഴേക്ക്. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിനി ഇത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ആ യോക്ക് പോർഷൻ അതേപോലെ അതൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയായിട്ട് ചെയ്യാം. അപ്പോൾ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ യോക്ക് കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ലൈനിങ്ങിൽ മാത്രമല്ലേ കട്ട് ചെയ്തിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇനി അത് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇനി നമുക്ക് അതിന്റെ അതായത് യോക്കിന്റെ അടിയിലേക്ക് വരുന്ന പ്ലീറ്റ്സ് എത്ര വരുന്നുണ്ട്, എത്ര ലെങ്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഫുൾ വരുന്നുള്ളത്. അപ്പൊ എനിക്കിവിടെ ഫുൾ ലെങ്ത് വരുന്നത് 27 കേട്ടോ. അപ്പൊ 27 ഞാൻ 13 മൈനസ് ചെയ്യണം. അപ്പൊ എനിക്ക് കിട്ടിയത് 14 കേട്ടോ. അപ്പൊ ആ 14 നമുക്ക് ഇവിടെ സ്കേർട്ട് പോർഷന്റെ ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ മാർക്ക് ചെയ്യണത്. അതായത് നമുക്ക് മുകളിൽ പ്ലീറ്റ്സ് ഇടുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ല വേരിയേഷനും കാര്യങ്ങളും വരും. പിന്നെ താഴെ മടക്കി അടിക്കുമ്പോഴും പോവും. അപ്പൊ ഞാൻ അത് അതുകൊണ്ട് എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയും കൊടുത്തിട്ടാണ് ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ 14ന്റെ കൂടെ 2 ഇഞ്ച് കൂടി കൊടുത്ത് 16 ഇഞ്ചിലാണ് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ആ ഒരു 16 തന്നെ ഇവിടെയും കിട്ടണില്ലേ എന്ന് നോക്കണം കേട്ടോ. കണ്ടില്ലേ ഇപ്പൊ അത് ഇവിടെയും കിട്ടണില്ലേ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഈ ഒരു കരഭാഗം കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അത് കാരണം കൊണ്ട് ഒന്ന് ആ വരച്ച ലൈനിനൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇപ്പൊ. അപ്പൊ നമുക്കിനി ഇത് എത്ര ഇതിന്റെ റൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ഒരു പീസ് ഞാൻ അതിന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിപ്പോ ഒരു സൈഡിലേക്ക് 28.5 വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പൊ 28 × 3 ശരിക്കും നമുക്ക് 84 ഇഞ്ചാണ് വേണ്ടത്, വിട്ട് വേണ്ടത് നമുക്ക് മറ്റേ ഫ്രില്ല്. അപ്പൊ ഞാൻ അത്ര എടുക്കുന്നില്ല, ചെറിയ രീതിയിൽ മാത്രം ഫ്രില്ല് ഇടണുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ വൺ സൈഡ് കിട്ടിയിരിക്കുന്നത് 28 കേട്ടോ. അപ്പൊ 56 എനിക്കിതിൽ വിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇത് ഒരു 10 ഇഞ്ച് കൂടി ചിലപ്പോൾ എക്സ്ട്രാ എടുക്കും. ഞാനത് പ്ലീറ്റ്സ് ഇട്ട് നോക്കിയിട്ട്, കാരണം കുറച്ചേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാനത് സെൻറ്റർ ഭാഗത്ത് മാത്രം കുറച്ച് പ്ലീറ്റ്സേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്കിതില് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിനി യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ യോക്ക് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമ്മൾ ലൈൻ ക്ലോത്ത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് എത്രയാണോ വരുന്നത് വെച്ചെങ്കിൽ ആ ഒരു അളവിലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ആ ഒരു അളവിൽ കറക്റ്റ് രീതിയിൽ ഞാൻ ഇപ്പൊ കട്ട് ചെയ്യണില്ല. ഞാനൊരു ഏകദേശം ഇത് വെച്ചിട്ട് ഇതിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ വിട്ടും മാത്രം ഇട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ആം ഹോളിന്റെ ഒരു ഭാഗമൊന്നും ഞാൻ ഇപ്പൊ കട്ട് ചെയ്യണില്ല. അത് ഞാൻ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത സമയത്ത് അപ്പോഴാണ് കേട്ടോ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാൻ ലെങ്ത്തിന്റെ ഭാഗം ഞാനിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ അടുത്ത പീസും കൂടി കിട്ടും കേട്ടോ. ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷന്റെ നമുക്ക് ഈ ലൈനിങ്ങിന്റെ ഇവിടെ ഒന്ന് കുഴിച്ച് വെട്ടാനും കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടില്ല. അതുപോലെ നമ്മൾ ഇവിടെയാണല്ലോ നമ്മുടെ
അതായത് ജോയിന്റ് വരിക നമ്മൾ മറ്റേ കൂട്ടുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് വിട്ടതിന്റെ ശേഷം ഇതേപോലെ ഒരു അരയിഞ്ച് ഇങ്ങനെ കുഴിച്ച് വരച്ചെടുത്തത്. ഈ രീതിക്ക് വരച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഈ കട്ടിങ് നമ്മൾ സ്ലീവിലും വരും. അപ്പൊ സ്ലീവിൽ ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്യാത്ത വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സമയത്ത് മാത്രമേ കട്ട് ചെയ്യൂ. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലീവുകൾ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ അത് കാരണം കൊണ്ട് എപ്പോഴും ഞാൻ ചെയ്യണ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്താട്ടോ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിനി ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷന്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കും, മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയാണ് കേട്ടോ ഇതിൽ കട്ടിങ് വരുന്നുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വീനൊക്കെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ലൈനിങ്ങിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. അപ്പോൾ കട്ടിങ് ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ നെക്സ്റ്റ് പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും വീഡിയോ. ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര മടുപ്പാവും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇനി ഇതിന്റെ കട്ടിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവർ വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.